പാഴ്വസ്തുക്കളിൽ നിന്ന് കരകൗശല വസ്തുക്കളുടെ വിസ്മയ ലോകം തീർത്തിരിക്കുകയാണ് 78കാരി. കാസർഗോഡ് നെല്ലിക്കുന്നിലെ നിർമ്മല ഉപേന്ദ്രനാണ് പാഴ്വസ്തുക്കളുടെ നിർമ്മിതികൾ കൊണ്ട് അതിശയിപ്പിക്കുന്നത്. പിസ്തയുടെയും മുട്ടയുടെയും തോട് വെറുതെ കളയാനുള്ളതല്ല. പാഴ്ത്തുണിയും കടലാസും കുപ്പിയും പാഴാക്കരുത്. ആവശ്യം കഴിഞ്ഞ പ്ലാസ്റ്റിക് കവറും പാളയും ഉണങ്ങാത്ത ഇലയും എന്തിന് വിവാഹ ക്ഷണക്കത്ത് പോലും അമൂല്യമായ സ്നേഹസമ്മാനങ്ങളാക്കി മാറ്റാം. നെല്ലിക്കുന്നിലെ നിർമ്മലയുടെ ഈ കരകൗശല ലോകം ഒന്ന് കാണേണ്ടത് തന്നെ. കായ്ഫലങ്ങൾ തൂങ്ങുന്ന ചെടിയും പക്ഷികൾ ചേക്കേറിയ പൂമരങ്ങളും ഉൾപ്പെടെ പുനരാവിഷ്കരിച്ച പൂന്തോട്ടമാണ് ഈ 78കാരിയുടെ ഭവനം. എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധനം എന്തൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ തയ്ച്ചുകൊണ്ടുണ്ടതുകൊണ്ട് അതിൻ്റെ പീസൊക്കെ ഒരുപാട് കാർപ്പേറ്റ് തയ്ച്ചു. കാർപ്പേറ്റൊന്നും വാങ്ങലില്ല. മോക്കായാലും പിന്നെ അഞ്ചത്തിമാർക്ക് അവർക്കൊക്കെ കൊടുക്കും വീട്ടിലിടാൻ കാർപ്പേറ്റ്. അതൊക്കെ ചെയ്യും. ഇപ്പോൾ പിന്നെ ഉല്ലൻ്റെ വർക്ക് അറിയുന്നതുകൊണ്ട് ഉല്ലൻ്റെ ഷാളെല്ലാം ചെയ്ത് അതിന് ബാലൻസ് എന്തെങ്കിലും കിട്ടും, അതിലെന്തെങ്കിലും ചെയ്യും. അതുപോലെ ഇപ്പോൾ പിന്നെ ഈ കുട്ടികൾ അടുത്ത് കുട്ടികളുള്ളതുകൊണ്ട് അവരിപ്പോൾ ഇഷ്ടം തിന്നുമ്പോൾ ഞാൻ പറയും അത് കുരുവെല്ലാം അമ്മമ്മക്ക് കൊണ്ടു തരണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സാധനം കൊണ്ടുതരും. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് എനിക്ക് ആകുന്ന രീതിയിൽ അതൊന്ന് ഒട്ടിച്ചിട്ട് അത് ചെയ്യുന്നത്. കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് ഈ ഹോബി. മയിൽ, ശംഖ്, മനുഷ്യരൂപം, ഈന്തപ്പന, കാത്തറിൻ റോസ്, സൂര്യകാന്തിപ്പൂവ്, വിവിധ പൂക്കുടകൾ, മണിമുത്തുകൾ തുന്നിപ്പിടിപ്പിച്ച ഫ്രെയിം, സൈക്കിൾ, ഘടികാരം, എരിഞ്ഞിമരം തുടങ്ങിയ ഒട്ടേറെ നിർമ്മിതികൾ ഇതിനോടകം നിർമ്മിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവർക്ക് സ്നേഹസമ്മാനങ്ങളായി നൽകാനും സ്വയം തൊഴിലെന്ന നിലയിൽ കരകൗശല വസ്തു നിർമ്മാണം മാറ്റണമെന്നുമാണ് നിർമ്മലയുടെ അഭിപ്രായം. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.